ആദ്യ അപ്ഡേറ്റ് ധനുഷിന്റെ 55ാമത്തെ സിനിമയിൽ തന്നെയാണ്. പടത്തിൽ നമ്മുടെ മമ്മൂക്ക വരുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ ധനുഷിന്റെ കൂടെ സ്ക്രീൻ പങ്കുവെക്കാനായിട്ട്. പിന്നെ ധനുഷിന്റെ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് നമ്മുടെ സായി പല്ലവിയാണ് വരാൻ പോകുന്നത്. പിന്നെ സിനിമയിലെ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്ന സായി അഭ്യങ്കറാണ്. ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് സിനിമ ടീം പുറത്തുവിട്ടിട്ടുണ്ട് പുതിയ പോസ്റ്ററിൽ. അത് മാത്രമല്ല സായി അഭ്യങ്കർ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമ്മുടെ ധനുഷായിട്ടുള്ള ഒരു പിക്ചർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഡ്യൂഡ് എന്ന സിനിമയ്ക്ക് ശേഷം പുള്ളീൻ്റെ അടുത്തൊരു കമ്മിറ്റ്മെൻ്റ് തന്നെ ആയിരിക്കും നമ്മുടെ സായി അഭ്യങ്കറിൻ്റെ ധനുഷിൻ്റെ 55ാമത്തെ സിനിമ. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടൻ്റെ 367ാമത്തെ സിനിമേൻ്റെയാണ്. എന്തായാലും പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് 2 മാസമായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് മാത്രമല്ല ഈ ഒരു സിനിമയുടെ ഷൂട്ട് നമ്മുടെ തരുൺ മൂർത്തിൻ്റെ 366ാമത്തെ സിനിമയ്ക്ക് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലാലേട്ടൻ്റെ 367ാമത്തെ സിനിമ. നിലവിലെ പടത്തിന് ഓൾമോസ്റ്റ് 110 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതൊരു ശരിക്കും നടന്നൊരു കഥയെ ആസ്പദമായിട്ടാണ് വരാൻ പോകുന്നത്. നമ്മുടെ യുക്രൈൻ അതുപോലെ തന്നെ റഷ്യ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസനെ അവിടുന്ന് ഓപ്പറേഷൻ ഗംഗ വഴി റെസ്ക്യൂ ചെയ്തൊരു കഥയാണ് പടത്തിന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ലാലേട്ടനൊക്കെയാണ് ഈ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നത്. ഒരു ടേക്ക് ഓഫ് വൈബ് ലഭിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ഇമോഷണൽ ത്രില്ലർ കാറ്റഗറിയിലാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് വാരണാസി സിനിമേൻ്റെ റിലീസ് തീയതി തന്നെയാണ്. നിലവിൽ പടത്തിൻ്റെ റിലീസ് തീയതി വാരണാസിയിൽ പലയിടങ്ങളിലായിട്ട് വലിയൊരു ബാനർ കട്ടൗട്ടായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. പടത്തിൻ്റെ റിലീസ് തീയതി ഏപ്രിൽ 6-ാം തീയതിയാണ് സിനിമ 2027 ഗ്രാൻഡ് റിലീസ് ചെയ്യുന്ന പല ഭാഷകളിലായിട്ട്. നമ്മുടെ SS രാജമൗലിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പടം 2027 റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ പൃഥ്വിരാജൊക്കെ സിനിമയിൽ വില്ലനായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രിയങ്ക ചോപ്ര, മഹേഷ് ബാബു അങ്ങനെ വമ്പൻ കാസ്റ്റാണ്. എന്തായാലും ഏപ്രിൽ 7-ാം തീയതി അടുത്ത വർഷം കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സന്ദീപ് പ്രദീപ് അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന സിനിമയാണ് കോസ്മിക് സാംസൺ എന്ന് പറഞ്ഞ സിനിമ. പടം പൂജ റിലീസാണ്. സിനിമ ഈ വരുന്ന ഒക്ടോബർ മാസം 16-ാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പൂജ ഹോളിഡേയ്സിൽ. എന്തായാലും പടത്തിന് നല്ലൊരു കളക്ഷൻ വരാൻ ചാൻസ് കാണുന്നുണ്ട് പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്നതുകൊണ്ട്. അഭിജിത്ത് ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും നിലവിൽ നമ്മുടെ കോസ്മിക് സാംസൺ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഭാവന ചേച്ചീൻ്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് അനോമി എന്ന് പറഞ്ഞ സിനിമ. ഡെത്ത് ഓഫ് ഇക്വേഷൻ എന്നാണ് ടാഗ് ലൈൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിൽ നമ്മുടെ റഹ്മാൻ, ഭാവന ചേച്ചി, ബിനു പപ്പു എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. പടത്തിൻ്റെ പുതിയൊരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹർഷ ധർവൻ രാമേശ്വറാണ്. നമ്മുടെ ആനിമൽ, അർജുൻ റെഡ്ഡി, സ്പിരിറ്റ് എന്നീ സിനിമകളിലെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ റിയാസ് മാർത്താണ്. ഫെബ്രുവരി 6-ാം തീയതിയാണ് പടം ഗ്രാൻഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന ഒരു അന്യഭാഷ സിനിമയാണ് ആകാശം ലുക്കറ ടാറ എന്ന് പറഞ്ഞ സിനിമ. ചിലപ്പോൾ ഞാൻ പേര് പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ടാവും, ക്ഷമിക്കണം. ശ്രുതി ഹാസൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രുതി ഹാസൻ്റെ പിറന്നാൾ ദിനമായിട്ട്. സിനിമ ഈ വർഷം സമ്മറിനാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. GV പ്രകാശാണ് മ്യൂസിക്. നമ്മുടെ പവൻ ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കും നമുക്ക് പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ജയറാം അതുപോലെ തന്നെ കാളിദാസ് ജയറാം ഒന്നിച്ച് അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന സിനിമയാണ് ആശകളായിരം എന്ന് പറഞ്ഞ സിനിമ. ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്ന സനൽ ദേവാണ്. നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപ് സിനിമയുടെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ G പ്രജിത്ത് ആണ്, ഒരു വടക്കൻ സെൽഫി സിനിമയുടെ സംവിധായകൻ. പടത്തിൻ്റെ ട്രെയിലർ നാളെ വൈകുന്നേരം പുറത്തിറങ്ങുന്നതാണ്. ലുലു മാളിലൊക്കെ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പ്രഭുദേവ് അതുപോലെ തന്നെ വടിവേലു ഒന്നിച്ച് അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന തമിഴ് സിനിമേൻ്റെയാണ്. പടത്തിൻ്റെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടം ഈ വർഷമാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പടത്തിൻ്റെ ടൈറ്റിൽ റിവീൽ നാളെ വരുന്നതാണ്, ജനുവരി 30-ാം തീയതി. പുതിയൊരു അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. യുവാൻ ശങ്കർ രാജാണ് മ്യൂസിക് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ സാം ആണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ ടൈറ്റിലിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടൻ്റെ 366ാമത്തെ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പോലീസ് വേഷത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. പടത്തിൻ്റെ ഡയറക്ടർ വേറെ ആരുമില്ല, തരുൺ മൂർത്തിയാണ്. ഒരു ഫാൻ ബോയ് സർവീസ് വീണ്ടും വരാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ ആ ലുക്ക് കിടു തന്നെയാണ്, ഒന്നും പറയാനില്ല. എന്തായാലും നമ്മുടെ ആ ഒരു പുതിയ ഇവൻറ്റിൽ നമ്മുടെ ലാലേട്ടൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു കിടു ലുക്കിൽ. അപ്പോൾ ആ ഒരു ചൂടാറുന്നതിന് മുമ്പ് തന്നെയായിട്ട് പടത്തിൻ്റെ ടീം ആ ഒരു ഫസ്റ്റ് ലുക്ക് പെടച്ചിരിക്കുകയാണ്. അതെന്തായാലും സോഷ്യൽ മീഡിയ കത്തിച്ചിട്ടുണ്ട്. അതും ഒരു ബാബ കല്യാണി വൈബ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുന്ന ആ ഒരു പോസ്റ്ററിനെ കുറിച്ച്. മമ്മൂക്കിയോടെ വരാനിരിക്കുന്ന ഒരു ഗാങ്സ്റ്റർ സിനിമ തന്നെയായിരുന്നു ഖാലിദ് റഹ്മാൻ സംവിധാനത്തിൽ വരാനിരുന്ന സിനിമ. ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ കുറച്ച് ക്രിയേറ്റീവ് ഇഷ്യൂസ് കാരണം ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് നമ്മുടെ ഖാലിദ് റഹ്മാനെ
സിനിമയിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കാൽദ്രോമ നമ്മൂക്കേനെ വെച്ചിട്ട് അതും വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് അത് നമ്മുടെ പ്ലാൻ വി മോഷൻ പിക്ചേഴ്സ് ആയിട്ട് ആ ഒരു സിനിമ എടുക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ട് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് അങ്ങനെ സിനിമ സംഭവിക്കുമോ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം കൺബുക്ക് ചെയ്യപ്പെടുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു യൂട്യൂബ് ചാനൽ.